ഇന്ത്യ ഇതുവരെ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തണമെന്ന് ഇസ്രായേൽ വളരെ കാലമായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്നതുമാണ്. എന്നാൽ കഴിഞ്ഞ മാസം പാക് അധിനിവേശ കാശ്മീരിൽ ഹമാസ് നേതാക്കൾ എത്തുകയും ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തുകയും ചെയ്തിരുന്നു. കാശ്മീർ പിടിച്ചെടുക്കുമെന്നും ഒപ്പം തന്നെ ദില്ലിയിൽ രക്തം ചീന്തുമെന്നും ഹമാസ് നേതാക്കൾ ആ യോഗത്തിൽ, അതായത് പാക് അധിനിവേശ കാശ്മീരിൽ നടന്ന യോഗത്തിൽ പറഞ്ഞിരുന്നു. കാശ്മീർ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത് ഭീകര സംഘടനകളാണ്. ലഷ്കർ-എ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമൊക്കെയുള്ള ഭീകര സംഘടനാ നേതാക്കൾക്കൊപ്പമാണ് ഹമാസ് നേതാക്കളും ഈ പ്രഖ്യാപനം നടത്തിയത്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭ നിരോധിച്ച സംഘടനകളാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ-എ തോയ്ബയും. അവരോടൊപ്പം ചേർന്ന് നിന്നാണ് ഹമാസ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ഇതോടുകൂടി ഇസ്രായേൽ വീണ്ടും തങ്ങളുടെ ആവശ്യം ഇന്ത്യക്ക് മുൻപിൽ വെക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഇവരെ നിരോധിക്കണം, അതല്ല എങ്കിൽ ഇവരെ ഭീകര സംഘടനയുടെ പട്ടികയിൽ പെടുത്തണമെന്ന്. മുമ്പേ സ്ഫോടനത്തിന് മുഖ്യ സൂത്രധാരകരായ ജെയ്ഷെ മുഹമ്മദിനെ 2023 ഇസ്രായേൽ നിരോധിച്ചിരുന്നു. അതിൻ്റെ അതേ രീതി മാതൃക പിന്തുടർന്ന് ഇന്ത്യയും ഹമാസിനെ നിരോധിക്കണമെന്നാണ് യൂറോപ്യൻ യൂണിയനും മറ്റു ചില രാജ്യങ്ങളും അടക്കം ഹമാസിനെ നിരോധിച്ചിട്ടുള്ള കാര്യവും ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഇന്ത്യ അതിന് മറുപടി നൽകിയിരിക്കുന്നത് UAPA പരിധിയിൽ വരുന്ന കാര്യമാണ്, അത് ഞങ്ങൾ പരിഗണിച്ചു വരുന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ഈ ആവശ്യവും. ഒപ്പം തന്നെ പാക് അധിനിവേശ കാശ്മീർ ഹമാസിൻ്റെ നേതാക്കൾ നടത്തിയ കൊലവിളിയുമെല്ലാം തങ്ങൾ പരിഗണിച്ചു വരുന്നു, അതിൻ്റെ മറ്റു വശങ്ങൾ ഞങ്ങൾ പരിഗണിച്ചു വരുന്നു എന്നാണ്. അതായത് അധികം വൈകാതെ ഹമാസിനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽ പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു എന്നുള്ളത് തന്നെയാണ് വാർത്തയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.